എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ KYC അപ്ഡേഷൻ അത് എക്സ്പയർ ആയിട്ടുണ്ട്, നിങ്ങളുടെ KYC എക്സ്പയർ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് KYC ചെയ്യാനായിട്ട് നിർദ്ദേശം വന്നിട്ട് നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ KYC ശാഖ വഴിയും അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വഴിയുള്ള പല ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ പോയാലും നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള രേഖകൾ പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായവയെല്ലാം തന്നെ വാലിഡ് ആണ്. അങ്ങനെ ആരെങ്കിലും KYC എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സ്ഥിരമായിട്ട് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്നവരല്ലേ ബാങ്കുപരമായിട്ടുള്ളവർക്കൊക്കെ ഇത് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ ഇങ്ങനെയുള്ള പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആ ഒരു തുകയുടെ സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയും അവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടോ, നിങ്ങളുടെ KYC അപ്ഡേഷൻ ആയിട്ടുണ്ടോ എന്നുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കാരണം ഇന്നോ നാളെയോ വരുന്നൊരു മെസ്സേജ് അല്ല. ഇതൊക്കെ 2-3 മാസം മുമ്പേ നിങ്ങളെ നേരത്തെ തന്നെ ബാങ്കുകൾ അറിയിച്ചിട്ടുള്ളതാവാം. അത് നിങ്ങൾ അറിയാതെ പോയിട്ടുള്ളതാവാം. അതുകൊണ്ട് തന്നെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ KYC എക്സ്പയർ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് എക്സ്പയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷനും മറ്റ് കാര്യങ്ങളൊന്നും തന്നെയും അത് നടക്കാതെ വരും. നിങ്ങളുടെ ബാങ്ക് ബ്ലോക്കിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ KYC അപ്ഡേഷൻ ചെയ്യാനുള്ളവർ എത്രയും വേഗം തന്നെ KYC അപ്ഡേറ്റ് ചെയ്യാം. അത് ബാങ്കുപരമായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്ത് പരമായിട്ട് നമുക്കൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ പോയാലും നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് 1600 രൂപ നമുക്ക് ഈ മാസം 25-ന് ശേഷമാണ് വിതരണം നടക്കുന്നത്. നമ്മുടെ മസ്റ്ററിംഗ് കാലാവധി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ മസ്റ്ററിംഗ് ചെയ്യാനുണ്ടെങ്കിൽ പഞ്ചായത്തുപരമായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിനി ഒരു കുടിശ്ശിക മാത്രമാണ് ബാലൻസ് ഉള്ളത്. അത് ഡിസംബർ മാസം ക്രിസ്മസിന് 2 വിതരണമായി നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ കുടിശ്ശിക പൂർത്തീകരിക്കുന്നതാണ്. പിന്നെ ഒരു തുക വർധനവ് ഉണ്ടാവും എന്നുള്ളത് അതെന്തായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേഷൻ ഒന്നും തന്നെയും വന്നിട്ടില്ല. തുക വർധനവുണ്ടോ, എത്ര രൂപയാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതൊന്നും ഇപ്പോൾ നിർദ്ദേശങ്ങളൊന്നും തന്നെയും വന്നിട്ടില്ല. എന്തായാലും നമ്മുടെ കുടിശ്ശിക ഈ ഒരു ഡിസംബർ മാസം 2 ഒന്നിച്ച് തരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ കുടിശ്ശികളെല്ലാം തന്നെ പൂർത്തീകരിക്കും എന്നുള്ളത് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ആ ഒരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളതാണ്. പക്ഷേ കുടിശ്ശിക നമുക്ക് തുക വർധനവിനെ കുറിച്ചൊന്നും തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേഷൻസും വന്നിട്ടില്ല. പക്ഷേ കുറേ പ്രാവശ്യമൊക്കെ വർധനവ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഒരു അപ്ഡേഷൻ തന്നെയാണ്. നമുക്ക് വർധനവ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വർധനവിനെ കുറിച്ചും സംസാരിച്ചിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതിയായ PM കിസാൻ സമ്മാൻ നിധിയിൽ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള അവസാന ഡേറ്റ് ഇന്നാണ്. ആരെങ്കിലും ഇനി അത് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഫാർമർ ID നിങ്ങൾക്ക് ജനറേറ്റ് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി 21ാമത്തെ ഗഡു വിതരണം ലഭിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തണം. ഇനിയിപ്പോൾ അതിന് സമയമുണ്ടെന്ന് കാത്തിരുന്നാൽ, കാരണം നിരവധി ആൾക്കാർക്ക് ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ തന്നെയും ഇതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ക്യാൻസലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ഫാർമർ രജിസ്ട്രേഷൻ ID എടുക്കാതെ PM കിസാൻ സമ്മാൻ നിധി 2000 രൂപ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് ലഭിക്കില്ല. ഇതിനകത്ത് നമുക്ക് റിജക്ഷൻ വന്നാലോ നമുക്ക് ഫെയിൽഡ് വന്നാലോ നമ്മുടെ ഫാർമർ ID അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളിത് ചെയ്യുന്ന സമയത്ത് തന്നെ 48 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ ഫാർമർ ID അവിടെ അപ്ഡേറ്റ് ആവുന്നതാണ്. ഈ ഫാർമർ ID മാത്രം മതി. നമുക്ക് സെൻട്രൽ ID എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫാർമർ ID. ഈ ഫാർമർ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം മുടങ്ങുകയില്ല. നമുക്കിവിടെ റിജക്ഷൻ വരുന്നത് എന്തെങ്കിലുമൊക്കെ മിസ്മാച്ച് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് അവിടെ റിജക്ഷൻ കാണിക്കുന്നത്. കാരണം ഇത് ഓട്ടോ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആണ്, അല്ലാതെ ഇതാരും ഇരുന്ന് നമുക്ക് വെരിഫൈ ചെയ്യുന്നതല്ല. ഓട്ടോ കമ്പ്യൂട്ടർ അപ്ഡേറ്റിനകത്ത് നമുക്ക് എന്തെങ്കിലും അവിടെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലാണ് ഇത് നമുക്ക് റിജക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ തന്നെ ഈ KYC അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്